നമ്മുടെ രൂപയുടെ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മുടെ രൂപ എക്കാലത്തെയും വലിയ ഇടിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡോളറിന് 90 രൂപ 15 പൈസയാണ് ഇപ്പോൾ നിരക്ക്. അതായത് 2015 62 രൂപ ആയിരുന്നു ഡോളറിൽ നിരക്കെങ്കിൽ ഇപ്പോൾ അത് 90ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ രാജ്യം എന്താ പറയുക, മഹാശക്തിയായി വളരുന്നു എന്നൊക്കെ വിശ്വഗുരു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷേ അപ്പോഴാണ് രൂപയുടെ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ നരേന്ദ്രമോദിയും പരിവാരങ്ങളും ഒക്കെ പറയുന്ന പോലെ നമ്മുടെ സാമ്പത്തികാവസ്ഥയൊക്കെ വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ നമ്മളിപ്പോൾ ഈ കണക്കുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, അതിനൊന്നും അവർക്ക് അത്തരത്തിലുള്ള ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നില്ല എന്നുള്ള സൗകര്യം എല്ലാ വിവാദങ്ങളിലെയും പോലെ ഈ വിവാദ കാലത്തും അവർക്കുണ്ട്. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, പഹൽഗാമിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ മോദി പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ അത് സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പൊതുജന വികാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. മാധ്യമങ്ങളാകമാനം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നേനെ. അദ്ദേഹം തന്നെയും ഇന്ത്യയുടെ രൂപയുടെ വില താഴേക്ക് പോകുമ്പോൾ മൻമോഹൻ സിംഗിനെതിരെ ഒരു ഉത്തരവാദിത്വമില്ല, അദ്ദേഹത്തിന് ഒരു കഴിവില്ല എന്ന് പ്രസംഗിക്കുന്ന വീഡിയോ നമുക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ രൂപയുടെ മൂല്യം ഹെൽത്തിയായി നിലനിർത്തുന്നതിൽ ഭരണകൂടത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം അത് പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ രൂപയുടെ വില 90ലേക്ക് വീഴുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും മോദിയോട് ചോദിക്കുന്നുണ്ടോ? മോദിക്ക് എവിടെയെങ്കിലും വിശദീകരിക്കേണ്ടി വരുന്നുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങൾ രൂപയുടെ തകർച്ചയെക്കുറിച്ച്, സമ്പദ്ഘടനയുടെ തകർച്ചയെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എല്ലാ ദിവസവും ഫിനാൻസ് മാത്രം സംസാരിക്കുന്ന ഫുൾ ടൈം ചാനലുകളുണ്ട്. അവരെവിടെയെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ സർക്കാരിനെ അവരെ ആൻസറബിൾ ആക്കുന്നില്ല. അപ്പോൾ മോദി അതിൻ്റെ സൗകര്യം അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രൂപ 90ലേക്കാണ് വീഴുന്നതെങ്കിൽ 90ലേക്ക് ഉയർത്തിയിരിക്കുന്നു. പണ്ടത് 80-ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന മിത്രങ്ങളെ അദ്ദേഹം വളർത്തിയിട്ടുണ്ട്. അവരൊന്നും പറയും അത് മോദിയുടെ മഹാവിജയമാണ്, മറ്റൊരു കറൻസിക്കും 90 ഇല്ലല്ലോ, 90 കൂടുതലല്ലേ പൈസ എന്ന് അവർ പറയും. അത് പറയാൻ കഴിയുന്ന ആൾക്കാർ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, ആരും ചോദിക്കാനില്ല. വളരെ അപൂർവം അല്ലെങ്കിൽ മൂലകളിലുള്ള മനുഷ്യന്മാർ മാത്രമേ സംസാരിക്കൂ. അപ്പോൾ അതിൻ്റെ സൗകര്യം അവർക്കുണ്ടെന്നാണ് ഒന്നാമത് കാണേണ്ട കാര്യം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാരിന് എന്തുമാത്രം എഫിഷ്യൻസി കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട എപ്പിസോഡ് എടുത്തു നോക്ക്. സമ്പൂർണ്ണമായും സാമ്പത്തിക മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള സമീപനം ഇവർ സ്വീകരിച്ചിട്ടുള്ളൂ. ഇവർ നോട്ട് നിരോധനം കൊണ്ടുവന്നു. വിപ്ലവകരമായ ആശയം നിലയ്ക്ക് കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിൽ നിന്ന് കരകയറാൻ ഇന്ത്യ ഏറ്റവും കുറഞ്ഞ 5 വർഷം എടുത്തില്ലേ? 50 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്നെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞ മോദിക്ക് 5 വർഷം കഴിയേണ്ടി വന്നു. അത് സ്വയം പരിഹരിക്കാൻ, അത് സെൽഫിയിലായിരുന്നു, അല്ലാതെ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളെടുത്ത് പരിഹരിക്കപ്പെട്ടതല്ല. എന്നിട്ടും 100,000 ചെറുകിട കച്ചവടക്കാർ ഇപ്പോഴും തിരിച്ചു വരാൻ കഴിയാത്തതൊന്നും ദുരിതത്തിൽപ്പെട്ടുപോയി. അതാണ് സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ഇവരുടെ ധാരണ എന്ന് പറയുന്നത്. അതാണ്. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? പരിഹരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോകുന്നത്? അതിൻ്റെ ഒരു ബേസിക് റീസൺ ഇപ്പോൾ എടുത്താൽ, നമ്മൾ അമേരിക്ക ആയിട്ടുള്ള നമ്മുടെ വ്യാപാര തർക്കം നമ്മൾ സെറ്റിൽ ചെയ്തിട്ടില്ല. അമേരിക്ക ആയിട്ടുള്ള പ്രശ്നത്തിലെ ആശയക്കുഴപ്പം അവിടെ നിൽക്കുന്നത് നമ്മൾ ഡോളറിന് നമ്മളുടെ രൂപയുടെ മൂല്യം ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള വിദേശ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടുന്നുള്ള ഈ ഓഹരിയും ബോണ്ടും എല്ലാം എടുത്തുകൊണ്ട് അവർ പോവാണ്. പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇടിവ് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്ക ആയിട്ടുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിൽ മോദി ഭയങ്കര വിശ്വഗുരു നിലക്കുള്ള അതിൻ്റെ കേപ്പബിലിറ്റി കാണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി കാണിക്കുന്നു, എല്ലാവരും പറഞ്ഞു നടക്കുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടില്ല. നമ്മൾ ഈ ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം, അതിൻ്റെ തലപ്പത്തെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്ത് വലിയ പരിക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ നമുക്ക് പരിക്കേറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. പ്രധാനപ്പെട്ട ഈ കൈത്തറി മേഖല, അല്ലെങ്കിൽ ഈ ചെമ്മീൻ വ്യവസായ മേഖല, രത്നമേഖല, ടെക്സ്റ്റൈൽ മേഖല, ഇവയെല്ലാം ഭയങ്കരമായ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും കോടിക്കണക്കിനുള്ള ലോസ് ഉണ്ടാവുകയും എക്സ്പോർട്ട് ലോസ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അത് പക്ഷേ മോദിക്ക് ഒരു അന്താരാഷ്ട്ര പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള വ്യവസായികളും കച്ചവടക്കാരും പ്രയാസപ്പെടുകയാണെന്ന് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്, ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും നിക്ഷേപകരെ നിലനിർത്താൻ കഴിയാത്തതുകൊണ്ടും ഒക്കെ നമ്മൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ഡോളറിൻ്റെ എതിരായിട്ടുള്ള നമ്മുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആത്യന്തികമായി സമ്പദ്ഘടനയെ തകർക്കുന്ന നിലയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രശ്നം കാണേണ്ടതാണ്. അപ്പം ഇതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന രൂപയുടെ ഡിപ്പ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. നമുക്ക് എന്താണ് ശരിക്കും ഈ പറഞ്ഞ വീഴ്ച ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അത് പരിഹരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിൽ ഈ ഭരണകൂടത്തെ എത്ര മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്.
പിന്നെ പലതരത്തിലുള്ള റീസണും ഉണ്ട്. ഇപ്പോൾ ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ക്രൂഡിൻ്റെ വില ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ആൾ 80% ഓഫ് ക്രൂഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. ഇത് വിദേശ കറൻസിയുടെ ഡിമാൻഡ് കൂട്ടുന്ന പരിപാടിയാണ്. അതൊക്കെയും ഇതിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അമേരിക്ക ആയിട്ടുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ബേസിക് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ നടത്തേണ്ട ഒരു സ്റ്റെപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാത്തിടത്തോളം അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എന്താണ് രൂപയ്ക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്താണ് ഒരു കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഇത് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് രൂപയുടെ മൂല്യം എവിടെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അവർ ഈ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്തതിന് രൂപയുടെ മൂല്യം കിടുവായിട്ട് നിൽക്കുന്നുള്ള ഡാറ്റ അവർ പുറത്തിറക്കിയാണ്. അവരിപ്പോൾ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും GDP-യുമായി ബന്ധപ്പെട്ടതായാലും അവർക്ക് തോന്നുന്ന തരത്തിലാണല്ലോ അവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് ഇതിൻ്റെ കണക്ക് കൃത്യമായിട്ട് പുറത്തു വരുന്നു. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ച നടക്കുന്നത്. ഇപ്പം സംഘ ഹാൻഡിലുകൾ ചിലയിടത്തൊക്കെ ചർച്ച ചെയ്യുന്നത് ഡോളർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കേന്ദ്ര കറൻസി ആവുന്നതിൻ്റെ ബേസിക് പ്രശ്നമാണിത്. അതെടുത്ത് കളഞ്ഞാൽ തീരുന്നേ ഉള്ളൂ ഈ പ്രശ്നം എന്നാണ്. അതായത് ഡോളറിനെ കേന്ദ്ര കറൻസിയായി അംഗീകരിച്ചുകൊണ്ട് പോവുക, ഡോളറൈസേഷൻ നടത്തണം. അതിനെക്കുറിച്ച് പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഡോളറിൻ്റെ പിന്നാലെ കിടന്ന് ഓടി ക്ഷീണിക്കും എന്ന വലിയ സിദ്ധാന്തം മറ്റുള്ള പറഞ്ഞവരുണ്ട്. സർക്കാരിന് പക്ഷേ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. ജയശങ്കറിനോട് ചോദിച്ചാൽ ഞങ്ങൾ ഡോളറിനെതിരായിട്ടൊരു ഫൈറ്റ് ഞങ്ങളുടെ ആലോചനയില്ല. RBI പറയുന്നത് ഡോളറിനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ എന്നൊരു ഉദ്ദേശം നമുക്കില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഡോളറാണ് കുഴപ്പം, അല്ലാതെ നമ്മുടെ രൂപയുടെ പ്രശ്നമെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൽ ഇഷ്യൂ ഉണ്ട്. ശരിയാണ്, ഡോളറിന് പകരമായി പുതിയ കറൻസികൾ വരണം, എല്ലായ്പ്പോഴും ഡോളറിന് മാത്രം ഡോമിനൻസ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. അതിനുവേണ്ടി മൂവ് നടത്തിയിട്ടുള്ള ഗദ്ദാഫിമാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് മാറ്റി പ്രതീക്ഷിച്ച് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള എന്താണ് നമ്മൾ കഴിവ് നമ്മുടെ ഭരണകൂടത്തിനുണ്ടാവുക. അത് ഈ പറയുന്ന നിങ്ങൾ വന്ദേ മാതരം വെട്ടി മുറിച്ചില്ലേ, മാപ്പ് തരില്ല എന്ന് സംസാരിക്കുന്നതിൻ്റെ പാതി ഊർജം ഇന്ത്യയിലെ മനുഷ്യർ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടും നരകിക്കും. ഈ ഡോളറിൻ്റെ സ്ഥാനത്ത് രൂപയെ കൊണ്ടുവരണം എന്നൊക്കെ പണ്ട് സംഘ നേതാക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇത് കേവലമായ ഒരു ഏറ്റക്കുറച്ചിലല്ലല്ലോ, ഇതിങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കൂപ്പ് കുത്തിയിട്ടും ഭരണകൂടം നിശബ്ദത പാലിക്കുന്നു, നമ്മുടെ മീഡിയയെ നിശബ്ദത പാലിക്കുന്നു. അല്ല, ഈ നിശബ്ദതയെക്കുറിച്ച് പറയാൻ ഇതൊന്നുമില്ല നോഫല വിഷയം. 10,000-കണക്കിന് മനുഷ്യർ തോളിൽ ബാഗുമായിട്ട് എയർപോർട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച എയർപോർട്ടുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. എന്താ കഥ? വല്ലോടത്തും വല്ല ശബ്ദമുണ്ടോ? ഒരു ആഫ്രിക്കൻ ലേഡി ഇൻഡിഗോയുടെ കൗണ്ടർ മുമ്പിൽ കിടന്നിട്ട് ബഹളം വെക്കുന്ന ദൃശ്യം കണ്ടില്ലേ? ആ ആഫ്രിക്കൻ ലേഡിയാണ്. അത് കണ്ടു നിൽക്കുന്ന ഇന്ത്യക്കാരായ മിത്രങ്ങൾ എന്നാ ചെയ്യുന്നത്? അവരിതിങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. എങ്ങാണ്ടെന്ന് വന്ന ആഫ്രിക്കയിൽ നിന്നൊരു ലേഡി അവിടെ കിടന്ന് അവൾ ഏതോ ഭാഷയിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു, ബഹളം വെക്കുന്നു. നമ്മുടെ ദേശവാസിയും എന്താ ചെയ്യുന്നത്? മേരെ പ്യാരെ ദേശവാസിയും അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലോകത്ത് ഇങ്ങനൊരു അനുഭവം എവിടെയുണ്ടോ? ഒരാഴ്ചയിലേറെയായി ആയിരക്കണക്കിന് യാത്രക്കാർ ഈ ലഗേജസുമായിട്ട് ഇങ്ങനെ നട്ടം തിരികയാണ്. എക്സാം മിസ്സായ ആളുകളുണ്ട്, ജോലി മിസ്സായ ആളുകളുണ്ട്, ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ആളുകളുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ സമയത്തുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഭയങ്കര വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം, ബിസിനസ് ലോസ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ ആരും ഫ്ലൈറ്റിൽ പോകുന്നില്ലല്ലോ. ഒരു സീരിയസ് പർപ്പസ് വെച്ചിട്ടാണ് ആളുകൾ വിമാനയാത്ര നടന്നത്. അങ്ങനത്തെ 10,000-കണക്കിന് മനുഷ്യരാണ്. കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ റോഡിൽ കൂടെ നടത്തിച്ചിട്ടുണ്ട് മോദി. എന്നിട്ട് ഒരു ഇല അനങ്ങിയ രാജ്യത്ത് ദേശവാസിയും ഇങ്ങനത്തെ ഒരു ദേശവാസിയും ഉള്ളപ്പോൾ നിങ്ങളെന്താ ഡോളർ ആസ് അഗൻസ്റ്റ് ഡോളറിനെതിരായിട്ടുള്ള നമ്മുടെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്, എന്താ അതിൻ്റെ അവസ്ഥ എന്നതിനെ ചോദിച്ച് ജനങ്ങൾ ആകുലരാകുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയില്ല. അപ്പം നിഷാദ് പറഞ്ഞാൽ മുമ്പ് 60 ഉണ്ടായിരുന്നു, ഇപ്പം 90 എന്നൊരു BGM ഇട്ടിട്ട് ഒരു റീലിട്ടാൽ അതിന് ലൈക്ക് അടിക്കാൻ ആളുകളുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ രാജ്യത്ത് ചർച്ചയാവുന്നുണ്ടോ വിഷയമാവുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പിന്നെ ഉള്ളത് വളരെ എന്താ പറയുക, അക്കാഡമിക് സർക്കിൾ ഇതിനെക്കുറിച്ചുള്ള പല ഡിസ്കഷൻസ് നടക്കും, ചെറിയ ആലോചന നടക്കും, എന്തുകൊണ്ട് സംഭവിക്കുന്നു. അങ്ങനത്തെ ചർച്ചകൾ വരുമ്പോഴാണ് ഇപ്പോൾ നിഷാദ് പറഞ്ഞാൽ ഡോളറൈസേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്ന് ഈ സംഘ് ബുദ്ധിജീവി ഹാൻഡിലുകൾ പറയുന്നത് ശരിയാണ്. ഇപ്പം ഡോളറൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലോകത്ത് പല ആളുകളും മുന്നോട്ട് വെച്ചുള്ളൊരു ഐഡിയയാണ്. പറഞ്ഞാൽ ഖദ്ദാഫിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് ലോകത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന രാജ്യം അത് എന്താ പറയുക നാശകോശമായി ഒന്നുമല്ലാതായി കഴിഞ്ഞാൽ നമുക്കറിയാം.
ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പൊസിഷനാണ്. ആ പൊസിഷൻ ആരാ സാമാന്യഗതിയിൽ എടുക്കുന്നത്? അത് ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ, പിന്തള്ളപ്പെട്ട് പോയ രാജ്യങ്ങളുടെ അവരുടെ ഒരു കൂട്ടായ്മ ഗ്ലോബൽ സൗത്ത്. അപ്പോൾ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് റോളിൽ നിൽക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ എന്നൊരു സംസാരം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ G20 സമ്മിറ്റ് നടന്ന സമയം, ഡൽഹിയിൽ നടന്ന സമയത്തൊക്കെ. പക്ഷേ ഇന്ത്യ എടുക്കുന്ന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന പൊസിഷൻ എന്താണ്? ഗ്ലോബൽ സൗത്തിനോട് ചേർന്ന് നിന്നിട്ടാണോ ഇന്ത്യയുടെ പൊസിഷൻ? ഇപ്പം ഈ ഇസ്രായേൽ പലസ്തീൻ നടത്തുന്ന അതിക്രമത്തിനെതിരെ ഗ്ലോബൽ സൗത്ത് വളരെ ഒരു കൃത്യമായ പൊസിഷൻ എടുത്തു. അപ്പോൾ ഇന്ത്യ എവിടെയായിരുന്നു? അപ്പം ഈ ഡീ ഡോളറൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഒറ്റമുന സിദ്ധാന്തമല്ല. അത് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. രാഷ്ട്രീയമായി ലോക രാഷ്ട്രീയത്തിൽ, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ, നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ നമ്മൾ എന്ത് പൊസിഷൻ എടുക്കുന്നു എന്നതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോളിസ്റ്റിക് പോളിസി ചേഞ്ചാണത്. അങ്ങനെ ഒരു പോളിസി ചേഞ്ച് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അത്രയും ബൃഹത്തായ ഒരു പോളിസി ചേഞ്ച് ഇന്ത്യ എടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഇന്ത്യ പലപ്പോഴും ഈ പറയുന്ന ഈ ഡോളർ ശക്തികളുടെ കൂടെ നിൽക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു ആശയമാണ്. പക്ഷേ അത് അത്ര അങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ ആ ഒരു ലെവലിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരുപാട് പോളിസി ഷിഫ്റ്റുകൾ ആവശ്യമുണ്ട്. ആ നിലക്കുള്ളൊരു പോളിസി ഷിഫ്റ്റ് അല്ല, ഏതെങ്കിലും നിലക്കുള്ളൊരു പോളിസി ഓറിയൻറ്റേഷൻ, അങ്ങനെ തിങ്കിങ് തന്നെ ഇന്ത്യയിലുണ്ടെന്ന് വെച്ചാൽ അതില്ല. അപ്പോൾ ഇപ്പോൾ ഡോളർ നമുക്ക് നമ്മുടെ മേലെ കിടക്കുമ്പോൾ ഡീ ഡോളറൈസേഷനാണ് വേണ്ടതെന്ന് ഈ പറയുന്ന എക്സ് ഹാൻഡിൽ വന്ന് എഴുതിയിട്ട് കാര്യമില്ല. അതൊരു കോംപ്രഹെൻസീവ് പാക്കേജാണ്. അതിനനുസരിച്ച് രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് നടക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. ഇപ്പം ഡോളർ വളരെ മേലെ പോകാൻ, രൂപയുടെ മൂല്യം ഇടിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിക്കാറുണ്ട്. പക്ഷേ നോക്കൂ, അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള മറ്റ് ഇൻഡൈസസ് അതും കൂടെ നടക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തിക വളർച്ചയിൽ വളരെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് തരുന്ന കണക്ക്, നമ്മുടെ ഭരണകൂടം നമുക്ക് തരുന്ന കണക്ക്. അങ്ങനെ സംഭവിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ രൂപയുടെ മൂല്യം കുറയാൻ പാടില്ല. മറ്റ് ഇൻഡെക്സുകളെല്ലാം രൂപയുടെ മൂല്യം കൂട്ടാൻ ആവശ്യമായ ഇൻഡെക്സ്. പക്ഷേ ഇവിടെ ഈ ഇൻഡെക്സ് ഇങ്ങനെ കയറിക്കിടക്കുക, രൂപയുടെ മൂല്യം കുറയുക. ഇത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്, സെനാരിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന ഇൻഡൈസസ് അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ GDP വളരുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച കൂടുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമല്ലോ? നമ്മൾ പാരാമീറ്റേഴ്സ് മാറ്റിയാൽ പോരെ. ഇവരതിൻ്റെ ബേസ് ലൈൻ റീവർക്ക് ചെയ്യുക, അതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റും. അങ്ങനെ ഉണ്ടാക്കിയ വളർച്ച അല്ലേ ഇത് എന്ന ചോദ്യം കൂടുതൽ ഗൗരവത്തിലുണ്ടാകുക ഈ സമയത്താണ്. സ്വാഭാവികം. ഇപ്പം വളരെ ലളിതമായി അതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, ഇതിൽ എന്താണ് ഈ സംഭവിച്ചതിനെ കുറിച്ച് ലളിതമായ ഉത്തരം നിർമ്മല സീതാരാമൻ 2022 തന്നിട്ടുണ്ട് കേട്ടോ. രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, ഡോളറിൻ്റെ മൂല്യം കൂടിയതാണ്. മറ്റേ ഈ വി മുരളീധരൻ്റെ പെട്രോളിയം സിദ്ധാന്തത്തിന് ശേഷം ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിന് ഓഫിൽ ശ്രദ്ധിക്കണത്. രൂപയുടെ മൂല്യം കുറഞ്ഞല്ല, ഡോളറിൻ്റെ മൂല്യം കൂടിയതാണ്. പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ കൊടുവള്ളിയിൽ തോറ്റപ്പോൾ മുരളീധരൻ പറഞ്ഞു എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എന്നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയുണ്ടോ, അതാണ് ഞാൻ തോറ്റുന്നുണ്ട്. അതേപോലെ ഈ ഡോളറിൻ്റെ വരവ് കുറയുകയും ഡോളറിൻ്റെ പുറത്തേക്കുള്ള പോക്ക് കൂടുകയും ചെയ്യുന്നു. അതാണ് ലളിതമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം. എന്തുകൊണ്ട് കുറയുന്നു? ഡോളറിൻ്റെ വരവ് എന്തുകൊണ്ട് കുറയുന്നു? വിദേശ നിക്ഷേപം എന്തുകൊണ്ട് കുറയുന്നു? ഓഹരിയിലെ വിദേശ നിക്ഷേപം എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു? ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ടല്ലോ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് വെറുതെ സംഭവിക്കില്ലല്ലോ. ഇവിടെ ഇതിനെ പറ്റിയൊരു കൻഡ്യൂസീവായിട്ടുള്ളൊരു സ്ഥലമല്ല ഇത് എന്ന് മനുഷ്യർ ആലോചിക്കുന്നുണ്ടാവും. ചുമ്മാ ആളുകൾ എവിടെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമോ? അതെന്ത് ചെയ്യണം? അത് ലാഭം ഉണ്ടാക്കണം, അത് വർക്ക് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആണ്. അതിന് പറ്റിയൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമല്ല ഇത് എന്നൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. രൂപയുടെ മൂല്യം മാത്രമല്ല കേട്ടോ, കുറേ നമ്മുടെ പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് അതും കൂടെ മനസ്സിലാക്കണം. അതും ഇങ്ങനെ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓഫ് കോഴ്സ് നമുക്ക് എന്താ പറയുക, ബൈ ഡിഫോൾട്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. 90% നമ്മുടെ ഇന്ധനത്തിൻ്റെ 90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ ഭക്ഷ്യ എണ്ണ പോലും എനിക്ക് 60% ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നരേന്ദ്രമോദി ആസ് എ ലീഡർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഒരു പോളിസി ഓറിയൻറ്റേഷൻ ഉണ്ട്. അതും നമ്മൾ കാണാതിരുന്നുകൂടെ. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നൊരു വിഷയം ഈ പറയുന്ന നോൺ കൺവെൻഷണൽ എനർജി
അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്, സോളാർ എനർജിയെക്കുറിച്ച് അദ്ദേഹം ധാരാളം സംസാരിക്കാറുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അതൊരു പ്രശ്നമാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചടുലത, ഒരു പ്രൊഡക്ഷൻ ഡൈനാമിക്സ്, അതിനകത്ത് എന്തൊക്കെയോ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒരു ജനത, ഒരു രാജ്യം, ഒരു എക്കണോമി അത് മുന്നോട്ട് പോകണമെങ്കിൽ കുറേ നയങ്ങൾ, കുറേ പോളിസി, കുറേ സർക്കുലർ ഇങ്ങനെയൊന്നും ഉണ്ടായാൽ പോരാ. ആ ഒരു ജനതയും ആ ഒരു സമൂഹവും ആ നിലക്ക് വളരെ പ്രൊഡക്റ്റീവായ, വളരെ ചടുലമായ, വളരെ പോസിറ്റീവായ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവണം. അതാണ് ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ മാനുഫാക്ചറിങ് മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നോക്കൂ, ഈ പറയുന്ന HNIs എന്ന് പറയുന്ന ആളുകൾ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകൾ, അവരെവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണോ? ഇവിടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാനാണോ? അതല്ല അവരുടെ പണം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണോ? ഇന്ത്യയിൽ നോക്കൂ, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. അതിൽ മഹാഭൂരിപക്ഷവും ഈ പറയുന്ന HNI, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ പെടുന്നവരാണെന്ന് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് സാമ്പത്തിക വളർച്ച, രൂപയുടെ ശക്തി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് സ്റ്റെപ്പിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം സമഗ്രമായൊരു പ്രക്രിയയാണിത്. അതിനെ സമഗ്രമായിട്ട് തന്നെ കാണണം. ഈ രാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥ എന്താണ്? സാമൂഹിക അവസ്ഥയും സാമ്പത്തിക വളർച്ചയിലും അതിഭയങ്കരമായ ബന്ധമുണ്ട്. ഇവിടെ തന്നെ നിന്ന്, ഇവിടെ തന്നെ വർക്ക് ചെയ്ത്, ഇവിടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങി, ഇവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്തി, ഇവിടെ തന്നെ നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷ നിർമ്മിതി, ആ ഒരു വിശ്വാസം ആളുകളിൽ ഉണ്ടാക്കി കൊടുക്കാനാണോ? അതല്ല, ഇവിടെ കിടന്നാൽ കുഴപ്പമാണ് കേട്ടോ എന്നൊരു ധാരണ ആളുകൾ ഉണ്ടാക്കി കൊടുക്കാനാണോ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭരണകൂടത്തിന് സാധിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇതാണ് ബേസിക്കായുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാല്യൂ, പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച്, റുപ്പിയുടെ വാല്യൂവിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷനിലേക്ക് വരിക. അതല്ലത് ശ്രീ മോഡി, ഞാൻ പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ആശയങ്ങളുണ്ടല്ലോ, അത് നിശ്ചയമായിട്ടും നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ നിലക്കുള്ള ആശയങ്ങളാണ് അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത് ഒരുപക്ഷെ മറ്റേതൊരു ഭരണാധികാരികൾ കൂടുതൽ അതേക്കുറിച്ച് സംസാരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്ന നേരെ വിപരീതമാണ്. എന്തുകൊണ്ട് എന്നവർ ഈ വന്ദേ മാതരത്തെക്കുറിച്ച് ബഹളം വെക്കുന്ന സമയത്ത് ആലോചിക്കണം. പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ലോകളൊക്കെ വേറെ സാധനങ്ങളാണെന്നുള്ളതാണ്. ഓക്കെ.